നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് അതിലെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സിട്ര? 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം എന്താണ്? 1, 11, 21 എക്സിട്ര എന്നൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഇത് സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് ഉണ്ട്. അത് കാണാനായി നമുക്ക് ഈ 11ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഡി സമം 11 മൈനസ് 1 സമം 10. അപ്പോൾ ഡി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് 25ാമത്തെ പദം 25th ടേം ആണ് നമുക്ക് കാണേണ്ടത്. ഒരു എക്സാമ്പിൾ ആയിട്ട് മറ്റൊരു സമാന്തര ശ്രേണി നമുക്ക് നോക്കാം. 3, 5, 7, 9, 11, 13 എക്സിട്ര. ഇത് രണ്ട് പൊതുവ്യത്യാസമായ 3ൽ തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ സ്ഥാനങ്ങളൊന്ന് നമുക്ക് നോക്കാം. 3 ഒന്നാം സ്ഥാനത്താണ്, 5ന്റെ സ്ഥാനം 2, 7 3, 9 4ാമത്തെ സ്ഥാനത്താണ്, ഇത് 5ാമത്തെ സ്ഥാനത്താണ്, ഇത് 6ാമത്തെ സ്ഥാനത്താണ്. ഇനി ഇതിലെ രണ്ട് സംഖ്യകൾ, രണ്ട് പദങ്ങൾക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം കാണാനായി ഇപ്പോൾ 1ാമത്തെ പദവും 6ാമത്തെ പദവും ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം കാണാൻ ഈ 1, 6 ഇവയുടെ വ്യത്യാസം കണ്ടാൽ മതി. അതായത് 6 മൈനസ് 1 സമം 5 പൊതുവ്യത്യാസമാണ് ഈ ആദ്യത്തെ സംഖ്യയുടെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് 1, 2, 3, 4, 5 പൊതുവ്യത്യാസമാണ് കൂട്ടിയിരിക്കുന്നത്. അത് കിട്ടാനായി നമുക്ക് ഈ സ്ഥാനവിലകളുടെ വ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ് കണ്ടാൽ മതി. ഈ സംഖ്യയുടെയും ഈ 11ന്റെയും ഇവയ്ക്കിടയ്ക്ക് എത്ര പൊതുവ്യത്യാസം ഉണ്ടെന്ന് അറിയാനായി 5ന്റെ സ്ഥാനം 2 ആണ്, 11ന്റെ സ്ഥാനം 5 ആണ്. അവയുടെ വ്യത്യാസം 5 മൈനസ് 2 സമം 3 പൊതുവ്യത്യാസമാണ് 5ന്റെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അതായത് 1, 2, 3. അപ്പോൾ ഇവിടെ എത്ര പൊതുവ്യത്യാസമാണ് കൂട്ടിയിരിക്കുന്നത് എന്നറിയാൻ അവയുടെ ഈ പൊസിഷൻ ഡിഫറൻസ്, ഈ സ്ഥാനവിലയുടെ വ്യത്യാസം കണ്ടാൽ മതി. അത് വലതുവശത്തേക്ക് പോകും തോറും ആ പൊതുവ്യത്യാസം കൂട്ടി പോകുന്നു. ഇടതുവശത്തേക്കാണെങ്കിൽ 6ാമത്തെ സ്ഥാനത്തിൽ നിന്ന് 1ാമത്തെ സ്ഥാനത്തേക്കാണെങ്കിൽ പൊതുവ്യത്യാസം 5 ആണ്. പക്ഷേ ഇടതുവശത്തേക്കാവുമ്പോൾ, പിന്നിലേക്കാവുമ്പോൾ ആ പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. അത് വലതുവശത്തേക്കാണ്, മുന്നിലേക്കാണ് പോകുന്നതെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടുന്നു. ഇവിടെ നമ്മളോട് 25ാമത്തെ പദമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം 1 ആണ്, പിന്നെ 25ാമത്തെ സ്ഥാനത്തെ സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം അറിയാനായി 25 മൈനസ് 1 സമം 24 പൊതുവ്യത്യാസമാണ് ആദ്യത്തെ പദത്തിന്റെ കൂടെ കൂട്ടിയിരിക്കുന്നത്. 25ാം പദം എന്ന് പറയുന്നത് സമം ആദ്യ പദത്തിന്റെ കൂടെ ആദ്യ പദം പ്ലസ് 25 മൈനസ് 1 പൊതുവ്യത്യാസം കൂട്ടണം. ആദ്യ പദം നമുക്ക് ഈ ശ്രേണിയിൽ നിന്നറിയാം 1 പ്ലസ് 25 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 24 പൊതുവ്യത്യാസം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, 10 ആണ്. സമം 1 പ്ലസ് 24 ഇൻറ്റു 10 240 സമം 241. അപ്പോൾ നമ്മുടെ 25ാം പദം എന്ന് പറയുന്നത് 25th ടേം എന്ന് പറയുന്നത് 241. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ 10th ടേം ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 46ഉം 11ാം പദം 51ഉമാണ്. ശ്രേണിയിലെ 1ാമത്തെ പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ഇവിടെ സമാന്തര ശ്രേണി നമുക്ക് ശ്രേണിയായിട്ട് തന്നിട്ടില്ല. അതിന്റെ 10ാം പദം 46, 11ാം പദം 51, 10th ടേം 46, 11th ടേം 51. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാം. കാരണം ഇത് 10ാം പദം 11ാം പദം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത പദങ്ങളാണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ 10ൽ നിന്ന് 11ലേക്ക് ഒരു പൊതുവ്യത്യാസമാണ് കൂട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഡി സമം നമുക്ക് 11ാം പദം മൈനസ് 10ാം പദം, അതായത് 51 മൈനസ് 46 സമം 5. അപ്പോൾ നമുക്ക് 5 പൊതുവ്യത്യാസം കിട്ടി. ശ്രേണിയുടെ 1ാമത്തെ പദമാണ് ആദ്യം കാണേണ്ടത്.
ശ്രേണിയുടെ 10ാമത്തെ പദവും പൊതുവ്യത്യാസവുമാണ് അറിയുക. അപ്പോൾ 1ാമത്തെ പദവും 10ാമത്തെ പദവും ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. പൊസിഷൻ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ 10 - 1, അതായത് 9 പൊതുവ്യത്യാസമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ പദത്തിൽ നിന്ന് 10ാമത്തെ പദത്തിലേക്ക് ആണെങ്കിൽ 9 പൊതുവ്യത്യാസം കൂട്ടണം. 10ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദത്തിലേക്ക് നമ്മൾ പൊതുവ്യത്യാസം കുറച്ചാണ് വരിക. അപ്പോൾ ഇവിടെ 9 പൊതുവ്യത്യാസം നമ്മൾ കുറയ്ക്കണം. അതേസമയം 1ാമത്തെ പദത്തിൽ നിന്ന് 10ാമത്തെ പദത്തിലേക്കാണെങ്കിൽ നമ്മൾ 9 പൊതുവ്യത്യാസം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 10ാമത്തെ പദത്തിൽ നിന്ന് 9 പൊതുവ്യത്യാസം കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ 1ാമത്തെ പദം. അപ്പോൾ 1ാം പദം ഫസ്റ്റ് ടേം സമം 10ാം പദത്തിൽ നിന്ന് 10ാം പദം -9 പൊതുവ്യത്യാസം. 9 പൊതുവ്യത്യാസം കിട്ടിയത് 10 - 1 പൊതുവ്യത്യാസം സമം 10ാം പദം നമുക്ക് 46 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് -10 - 1 9 ഇൻറ്റു പൊതുവ്യത്യാസം നമ്മൾ 5 കണ്ടിട്ടുണ്ട്, 5 സമം 46 -9 × 5 45 സമം 1. അപ്പം നമ്മുടെ 1ാമത്തെ പദം 1. ഇനി ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാം പദം 1 എന്നും കിട്ടിയിട്ടുണ്ട്, പൊതുവ്യത്യാസം 5 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രേണി എഴുതാൻ ബുദ്ധിമുട്ടില്ല. ശ്രേണി സീക്വൻസ് 1ാം പദം 1. ഇനി 5 പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 1 + 5 6 + 5 11 + 5 16 + 5 21. ആദ്യത്തെ 5 പദങ്ങൾ. ഇതാണ് നമ്മുടെ ശ്രേണി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100 95 90 എക്സെട്ര? 100 95 90 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 21ാം പദം എന്താണ്? ശ്രേണി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സംഖ്യകൾ കുറഞ്ഞാണ് വരുന്നത്. അതായത് ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത പദം കിട്ടുന്നത്. അപ്പോൾ അത് കുറയണമെങ്കിൽ ആ കൂട്ടുന്ന സംഖ്യ, ആ പൊതുവ്യത്യാസം നെഗറ്റീവ് ആയിരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ D സമം 2ാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുകയാണ്. 95 -100, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 100ൽ നിന്ന് 95 കുറച്ച് 100ന്റെ സൈൻ, അപ്പോൾ -5. D എന്ന് പറയുന്നത് ഇതിൽ -5 -5 ന്യൂനം 5 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 21ാം പദം, 1ാം പദവും 21ാം പദവും ഇവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസമാണ് നമുക്ക് കാണേണ്ടത്. 21 - 1 അതിൻ്റെ സ്ഥാനവിലയുടെ വ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ് കണ്ടാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. 21ാം പദം 21st ടേം എന്ന് പറയുന്നത് ആദ്യ പദത്തിൻ്റെ കൂടെ ആദ്യ പദം പ്ലസ് 21 - 1 പൊതുവ്യത്യാസം സമം ആദ്യ പദം 100 പ്ലസ് 21 - 1 എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു പൊതുവ്യത്യാസം -5 സമം 100 പ്ലസ് 20 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ -100. അപ്പോൾ 100 പ്ലസ് -100 എന്ന് പറഞ്ഞാൽ 100 - 100 സമം 0. 21ാം പദം 0. ലോകം ആദരിക്കുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ സോക്രട്ടീസിനടുത്തേക്ക് ഓടിക്കതച്ച് വന്നു. എനിക്ക് താങ്കളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യമെന്ന് തിരക്കിയ സോക്രട്ടീസിനോട് അയാൾ പറഞ്ഞു, താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യമാണ്. തുടർന്ന് അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ സോക്രട്ടീസ് അയാളെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങളിത് പറയുന്നതിന് മുമ്പ് ഒരു 3 കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? അതിനെന്താ, ചോദിക്കൂ, സുഹൃത്ത് പറഞ്ഞു. നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതില്ല, ഞാനത് മറ്റൊരാൾ പറഞ്ഞു കേട്ടതാണ്. നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു നന്മയുള്ള അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണോ? അതല്ല, എനിക്ക് പറയാനുള്ളത് അത്ര നല്ല കാര്യമല്ല. നിങ്ങളിപ്പോൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ അതോ മറ്റു വല്ലവർക്കുമോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമോ പ്രയോജനമോ ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല, സുഹൃത്ത് പറഞ്ഞു. എങ്കിൽ പിന്നെ നിങ്ങളത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. സത്യമെന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യവുമില്ലാത്ത, അത്ര നല്ലതല്ലാത്ത, ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് നാം രണ്ടുപേരും നമ്മുടെ സമയം കളയേണ്ടതുണ്ടോ?
കുട്ടികളെ, നമ്മളും എത്ര സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ കളയുന്നത്? നമ്മുടെ ചിന്തകളെ ദുഷിപ്പിക്കുന്ന, അനാവശ്യമായി സമയം കളയുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ചിന്തകളിൽ നന്മ നിറയ്ക്കുക. അത് നമ്മുടെ നല്ല സ്വഭാവ രൂപീകരണത്തെയും വ്യക്തിത്വത്തെയും പരിപോഷിപ്പിക്കും. ഇനി 4th ക്വസ്റ്റ്യൻ. The 10th term of an arithmetic sequence is 56 and its 11th term is 51. What is its first term? Write the first 5 terms of the sequence. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 56ഉം 11ാം പദം 51ഉമാണ്. ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ. 10ാം പദം 56, 11ാം പദം 51, 10th ടേം 56, 11th ടേം 51. അപ്പോൾ ഇതേപോലൊരു ചോദ്യം നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതാണ്. ഇവിടെ 10ാം പദവും 11ാം പദവും അടുത്തടുത്ത പദങ്ങളാണ്, തുടർന്ന് വരുന്ന പദങ്ങളാണ്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കാണാൻ 11ാം പദത്തിൽ നിന്ന് 10ാം പദം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ പൊതുവ്യത്യാസം 11ാം പദം എന്ന് പറയുന്നത് 51 മൈനസ് 10ാം പദം 56. അപ്പോൾ അത് ചെറിയ സംഖ്യയിൽ നിന്നാണ് വലിയ സംഖ്യ കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ സൈൻ ചെയ്താൽ മതി. അപ്പോൾ -5. അപ്പോൾ പൊതുവ്യത്യാസം -5 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രേണിയിലെ ഒന്നാമത്തെ പദം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ പദമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പദവും 10ാമത്തെ പദവും അവയ്ക്കിടയ്ക്കുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 10 - 1 9 പൊതുവ്യത്യാസമാണുള്ളത്. 10 - 1 9 പൊതുവ്യത്യാസം. ഒന്നാമത്തെ പദത്തിൽ നിന്ന് 10ാമത്തെ പദമാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ 9 പൊതുവ്യത്യാസം നമ്മൾ കൂട്ടും. അതേസമയം 10ാമത്തെ പദത്തിൽ നിന്ന് തിരിച്ച് ഒന്നാമത്തെ പദത്തിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ 9 പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാം പദം കാണാൻ ഒന്നാം പദം സമം 10ാം പദം മൈനസ് 10 - 1 അത്രയ്ക്ക് പൊതുവ്യത്യാസം. അതായത് 10ാം പദം -9d. ഇനി 10ാം പദം നമുക്ക് 56 തന്നിട്ടുണ്ട്. 56 മൈനസ് 9 ഇൻറ്റു പൊതുവ്യത്യാസം -5 -5 സമം 56. ഇവിടെ 2 മൈനസുകൾ വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് 9 × 5 45 സമം 101. അപ്പോൾ 101 നമ്മുടെ ഒന്നാമത്തെ പദം. ഇനി നമ്മളോട് ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പദം 101. രണ്ടാമത്തെ പദം കിട്ടാൻ പൊതുവ്യത്യാസം കൂട്ടുകയാണ് വേണ്ടത്. ഒരു പൊതുവ്യത്യാസം കൂട്ടുക. അപ്പോൾ 101ൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടുക എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം -5. അപ്പോൾ 101ൽ നിന്ന് 5 കുറയ്ക്കുകയാണ് വേണ്ടത്. സമം 96. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് പൊതുവ്യത്യാസം. അതുകൊണ്ട് അത് കൂട്ടുമ്പോൾ സംഖ്യ കുറഞ്ഞാണ് വരിക. അപ്പോൾ 101ൽ നിന്ന് 96. അപ്പോൾ 96ൻ്റെ കൂടെ വീണ്ടും -5 എന്ന് പറഞ്ഞാൽ 96 - 5 അതായത് 91. അപ്പോൾ 5 കുറച്ചാൽ മതി. 86 81 5 പദങ്ങളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശ്രേണി എന്നത് സീക്വൻസ് 101 96 91 86 81 എക്സെട്ര. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയതും തന്നിട്ടുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ഫോർ നൗ. താങ്ക് യു.